വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഈ വരാന്ത റേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു സീരീസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് നമുക്കൊരു പുതിയ ടോപ്പിക്കും കൂടെ നോക്കാം. അപ്പോൾ ടോപ്പിക് എന്താണ് നമുക്ക് ആദ്യമേ ചിന്തിക്കാം. അതിന് മുന്നേ എൻ്റെ പേര് ക്രിസ്റ്റഫർ ജോൺ. സോ ഗവൺമെൻറ് ജോബ്സ്, പർപ്പസ് ഓഫ് ജോബ്, ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാൻ പോകുന്ന കാര്യം. സോ ഇത് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിക്കാം. ഗവൺമെൻറ് ജോബ്സ് എന്ന് പറഞ്ഞതിന് മുന്നേ പർപ്പസ് ഓഫ് ജോബ്, എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ജോബ്സ് വേണ്ടതെന്നുള്ളൊരു കാര്യം. സോ അത് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് പലർക്കും പല ഡ്രീംസ് ഉണ്ട്. ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് കാശ് വേണം. അതുപോലെ തന്നെ ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്കൊരു നല്ല ജോലി, കാശ് വേണമെങ്കിൽ ജോലി വേണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ടും ഹാപ്പി ആയിട്ട് നമ്മൾ ഡ്രീംസ് അച്ചീവ് ചെയ്തുകൊണ്ട് ഡ്രീം ഫുൾഫിൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും ജോലി വേണം. രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമുക്കൊരു വാല്യൂ, ഒരു റെസ്പെക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ പലപ്പോഴും ജോലി കിട്ടുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ വീട്ടിലെ കുറേ കടങ്ങൾ തീർക്കാനായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ സിറ്റുവേഷൻസ് അങ്ങനെയാണ്, നമുക്ക് ജോലി വേണം. അല്ലെങ്കിൽ നാട്ടുകാരെ എല്ലാവരും ചോദിച്ചു തുടങ്ങും, നിനക്ക് ജോലി ആയില്ലേടാ. പുറത്തിറങ്ങി നടക്കാൻ വരാതെ നിൽക്കുന്ന നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാരോട് അവർ ചോദിക്കും. അപ്പോൾ വീട്ടുകാർ പ്രഷറൈസ് ആയാലും അവരും നമ്മുടെ അടുത്ത് ചോദിക്കും, നിനക്ക് ഇതുവരെ ജോലി ആയില്ലേ എന്നുള്ളത്. ചിലപ്പോൾ അവരുടെയൊക്കെ വായടയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ജോലി വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ജോബ്സിലോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ജോബിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പല ഡ്രീംസ് കാണും, നമ്മുടെ തന്നെ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ചിലപ്പോൾ കറങ്ങാൻ പോകാനായിരിക്കും, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ മക്കളുമായിട്ട് ജീവിച്ച് പോവുക. അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് ജോബ് എന്ന് പറയുമ്പോൾ തന്നെ പല രീതിക്കുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നുകിൽ കൂലിപ്പണി, ലേബർ വർക്ക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ IT, പ്രൈവറ്റ് ജോബ്സ് കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്. സോ ഈ 3 ടൈപ്സ് ഓഫ് കുറേ ജോബ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോബ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞത്. ഗവൺമെൻറ് ജോബ്സ്, പർപ്പസ് ഓഫ് ജോബ് എന്നുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞ 3 ജോബിലും എന്തുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ് ജോബ്സ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു റീസൺസ്, ഒരു 7 പോയിന്റ്സ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിലെ ആദ്യത്തെ പോയിന്റ് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സർവീസ് ടു ദ പബ്ലിക്. നമ്മൾ ഈ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സിറ്റുവേഷൻസ് ആലോചിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹെൽത്ത് ആയിരിക്കും, അല്ലെങ്കിൽ മെഡിസിൻസ്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റാനും നമ്മുടെ കൂടുതലുള്ള ആൾക്കാർക്ക് മാറ്റാനും നമുക്ക് അടുത്ത് വരുന്ന ജനറേഷന് മാറ്റി കൊടുക്കാനും നമ്മൾ ഗവൺമെൻറ് ജോബ്സിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു റോൾ എടുക്കാനായിട്ടുള്ളൊരു പവർ നമുക്ക് കിട്ടും. സോ ആ ഒരു കാര്യമാണ് നമുക്കൊരു ആദ്യത്തെ പോയിന്റായിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. നമ്മുടെ ഈ ഒരു ജോലിയുടെ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോബിൽ നിന്നായിട്ട് നമ്മൾ കയറുവാണെങ്കിൽ അവിടെ നിന്ന് അവർക്ക് എപ്പോൾ വേണോ നമുക്ക് നമ്മളെ പറഞ്ഞു വിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ പറ്റിയാലും ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് വരുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ കാര്യമായിട്ട് നമ്മൾ നേടിയെടുത്ത നമ്മുടെ ജോബാണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ആലോചിക്കുവാണെങ്കിൽ ജോബ് ബെനഫിറ്റ്സ്. നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് ജോബ്സിന് ബാക്കിയുള്ള ജോബിനെ കായിട്ടുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഹെൽത്തിന് അതിന് വേണ്ടിയുള്ള കാശും, അതുപോലെ തന്നെ വീട്ടിന് പൈസ, ഹോം ലോൺ, നമുക്കിപ്പം കാർ വാങ്ങണം, ബൈക്ക് വാങ്ങണം, അതിനായിട്ടുള്ള കുറേ കാര്യങ്ങളും കുറേ അധികം ബെനഫിറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ റെയിൽവേയുടെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ ഫുള്ള് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ട്രെയിനിന് ടിക്കറ്റിന് ചിലവൊന്നുമില്ല. സോ ഫ്രീ ടിക്കറ്റ്സും കാര്യങ്ങൾ കാണും. അതുപോലെ തന്നെ പലർക്കും താമസിക്കാനായിട്ടുള്ള സ്ഥലം, ക്വാർട്ടേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ജോബ്, നമ്മുടെ ഗവൺമെൻറ് ജോബ്സിനകത്തുള്ളൊരു ബെനിഫിറ്റ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പോയിന്റ് നോക്കുവാണെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളൊരു കാര്യം. നമ്മൾ പലപ്പോഴും ഈ IT ജോബ്സിലൊക്കെ കണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. എടാ വീട്ടിൽ വന്നിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല, ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കിടക്കുക, രാവിലെ എണീക്കുക, പിന്നെയും തിരിച്ചു പോയി അതേ പണി ചെയ്തുകൊണ്ടിരിക്കുക, മടുത്ത് പോയി ജീവിതം എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ പലരും ഈ IT ജോബ്സിന് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ അതേസമയം ഗവൺമെൻറ് ജോബ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ടൈം, നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യം നോക്കാം, നമ്മുടെ മക്കളുടെ കാര്യം നോക്കാം, നമ്മുടെ മെഡിസിൻസ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ റിക്രിയേഷൻ ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും അത് ചെയ്യാനായിട്ടുള്ളൊരു വർക്ക് ലൈഫ് ബാലൻസ്, അതിൻ്റെ ടൈം മാനേജ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് ജോബ്സിന് ഉറപ്പായിട്ടും പറ്റും. രാവിലെ ഇന്ന സമയത്ത് കയറിയാൽ മതി, ഈ സമയത്ത് നമുക്ക് ഇറങ്ങാമെന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു 5ാമത്തെ പോയിന്റിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഏത് ജോലിയിലാണോ നമ്മൾ ആദ്യം കയറിയത് അതിൽ നിന്നുള്ള പ്രോഗ്രഷൻസ്, നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചിട്ട്, നമ്മുടെ എബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ എക്സാംസ് എഴുതി കയറുന്നതും, അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഓരോ പോസ്റ്റിൽ നിന്ന് ഹയർ പോസ്റ്റിലോട്ട് മാറിപ്പോകുന്നതും, പ്രൊമോഷൻസ് കിട്ടുന്നതും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് ജോബ്സിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മളൊരു കാര്യം നോക്കുവാണെങ്കിൽ ജോബ് ഡൈവേഴ്സിറ്റി എന്നുള്ളൊരു കാര്യം. നമുക്ക് ഒരു ഗവൺമെൻറ് ജോബിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ
വെറും ഒരു ജോലി മാത്രമല്ല. ഇപ്പം എനിക്ക് റെയിൽവേ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എനിക്ക് റെയിൽവേ ജോബ്സ് ഉണ്ട്. അതുപോലെ തന്നെ പോലീസ് ആണെന്നുണ്ടെങ്കിൽ പോലീസ്, ആർമി, ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. നമ്മുടെ ഇഷ്ടം എന്താണ്, ആ ഒരു ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഗവൺമെൻറ് ജോബ്സിനകത്ത്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ്സ്, ഇങ്ങനെ പലതും നമുക്ക് എഴുതാനും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാനും നല്ല ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സാലറി, നമുക്ക് വേണ്ട പല രീതിക്കുള്ള, പലരും ഈ ജോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എടാ ഇതെനിക്ക് പറ്റിയ ജോബല്ല, ഇതെനിക്ക് നടക്കുന്നില്ലടാ, ഒട്ടും പറ്റുന്നില്ല എന്നുള്ള സാധനം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് നമുക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് ജോബ്സിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി തന്നെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ജോലിനെ ടാർഗറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ട് മുന്നോട്ട് വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഫെയർ എംപ്ലോയ്മെന്റ് പ്രാക്ടീസസ്. നമ്മുടെ ഈ ഒരു ജോലി കിട്ടുന്നതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ചിലപ്പോൾ ബന്ധങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ പല മാൽ പ്രാക്ടീസസും കുറേ കാര്യങ്ങളും നമുക്ക് ഉറപ്പായിട്ട് നടക്കും. പക്ഷേ ഈ ഒരു ഗവൺമെൻറ് ജോബ്സ് കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണോ അർഹതപ്പെട്ടിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. വേറെ ആൾ നമ്മുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളെ ചവിട്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. നെക്സ്റ്റ് നമ്മളൊരു 8ാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും പാട്രിയോട്ടിസം ആൻഡ് സിവിക് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്ക് എന്താണോ നമ്മുടെ കുറവ്, നമ്മുടെ സൊസൈറ്റിക്ക് എന്താ വേണ്ടത്, അതിപ്പോൾ ചിലപ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ജസ്റ്റ് പാസ് ഔട്ടായി നിൽക്കുന്ന ഒരു ആളായിട്ട് ചിലപ്പോൾ നമുക്കൊരു വലിയ മാറ്റങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. മേ ബി അത്ര പവർ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം നമ്മളൊരു ഹൈ പോസ്റ്റിലൊരു ജോബ് നമുക്ക് ഗവൺമെൻറ് ജോബ് കിട്ടുവാണ്, നമ്മൾ നല്ലൊരു നിലയിൽ എത്തി നിൽക്കുവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പല മാറ്റങ്ങളും നമ്മുടെ തന്നെ സൊസൈറ്റിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രചോദനമായിട്ടും മറ്റുള്ളവർക്ക് നമുക്കതൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും ഇങ്ങനെ ഒരു റോൾ മോഡലായിട്ട് നമുക്ക് മാറാനും പറ്റും, നമ്മുടെ നാടിന് വേണ്ടി സേവിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗവൺമെൻറ് ജോബ്സിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് പേർപ്പസ് ഓഫ് ജോബ്സ് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് അത് തന്നെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസും പല ബെനിഫിറ്റ്സും കുറേ കാര്യങ്ങളുള്ളൊരു ജോബായിട്ട് നമ്മുടെ ഗവൺമെൻറ് ജോബ്സ് ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറയുന്നത്. സോ നമ്മുടെ ഓരോരുത്തരുടെ ഡ്രീംസ് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് റെഡിയാണ്. സോ thank you all for watching this video and do your best, do well, achieve your dream.